നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജനുവരി മാസം 11-ാം തീയതി ഞായറാഴ്ച ദിവസം. 12-ാം തീയതി മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം, മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ നിങ്ങൾക്ക് www.janakshemamedia.com എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം. ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചു. 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി പ്രത്യേക പരിശീലനം ലഭിച്ച പ്രവർത്തകർ ഓരോ വീട്ടിലും എത്തി സർവേ നടത്തും. സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികളിലെ ജനങ്ങളുടെ അഭിപ്രായം തേടും. അതുപോലെ തന്നെ തൊഴിൽ, വിവിധ മേഖലകളിലെ മറ്റു പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുക, നിയമസഭാ തിരഞ്ഞെടുപ്പ് ജയിക്കുക തുടങ്ങിയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. പ്രവർത്തകർ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും സർക്കാരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകുന്ന പദ്ധതി നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുകയാണെങ്കിൽ 3 മാസത്തെയും ചേർത്ത്, അതായത് നവംബർ, ഡിസംബർ, ജനുവരി എന്നിങ്ങനെയുള്ള മാസങ്ങളിലെ തുക ചേർത്ത് 3000 രൂപ ഒരുമിച്ച് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്തെ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ ഒരു ശാക്തീകരണം, ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി സർക്കാർ അവതരിപ്പിക്കുന്നത്. ജനുവരി മാസം മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് വലിയൊരു ആശ്വാസമായി തീരും. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കുടിശ്ശികയില്ലാതെ തന്നെ ഈ ഒരു പദ്ധതിയുടെ വിതരണം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിലവിൽ ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപേക്ഷ നൽകുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സ്വന്തമായി വസ്തുവോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സഹായമായി 32,70,500 രൂപ അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അറിയിച്ചു. 131 ഗുണഭോക്താക്കൾക്കായാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത്. ഈട് നൽകാൻ സ്വന്തമായി വസ്തുവോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്കാണ് സ്വയം തൊഴിലിന് 25,000 രൂപ വീതം ധനസഹായം ലഭിക്കുക. അർഹരായ 119 ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ 29,70,500 രൂപയും അർഹരായ 12 ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഘട്ടത്തിൽ 3 ലക്ഷം രൂപയുമാണ് അനുവദിച്ചതായി മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളുടെ പട്ടിക www.hpwc.kerala.government.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0412222055 9497281896 എന്ന നമ്പറിലും ലഭ്യമാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ജോലി സമയം ആഴ്ചയിൽ 48 മണിക്കൂർ എന്ന നിലയിൽ നിജപ്പെടുത്താനും സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാനും അനുവദിക്കുന്ന വ്യവസ്ഥകൾ നിർദ്ദേശിച്ച് ലേബർ കോഡുകളുടെ കരട് ചട്ടം. വിജ്ഞാപനം ചെയ്ത പുതിയ ലേബർ കോഡ് കരട് ചട്ടത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത്. രാത്രി ഷിഫ്റ്റിൽ ജോലിയെടുക്കാൻ താല്പര്യമുള്ള സ്ത്രീകളിൽ നിന്ന് തൊഴിലുടമകൾ രേഖാമൂലം സമ്മതപത്രം വാങ്ങിയിരിക്കണം. നവംബർ 21-ന് പ്രാബല്യത്തിലായ കരട് ചട്ടങ്ങളാണ് വിജ്ഞാപനം ചെയ്തത്. ഏപ്രിൽ 1 മുതൽ പുതിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിൽ വരുത്താനാണ് ശ്രമം. ആഴ്ചയിൽ 48 മണിക്കൂർ കൂടുതൽ തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കരുത്. ജോലി സമയം, ജോലിക്കിടയിലുള്ള വിശ്രമവേള, സമയക്രമീകരണം എന്നിവയെല്ലാം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കും പോലെ ക്രമീകരിക്കണം. ഇതിനു പുറമെ 16 വയസ്സിന് മുകളിലുള്ള അസംഘടിത തൊഴിലാളികൾക്ക് ആധാർ കാർഡ് രജിസ്ട്രേഷനും നിർബന്ധമാക്കി. രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന കരാറുകാർക്ക് ഒറ്റ ലൈസൻസ് അനുവദിക്കുന്നതിനായി ഇലക്ട്രോണിക് അപേക്ഷ സമർപ്പിക്കാം. നിശ്ചിത കാലയളവിലേക്ക് നിയമിതരാകുന്ന ജീവനക്കാർക്ക് 1 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകുമെന്നും കരട് ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ അറിയിച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് പങ്കുവെക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.